ഞാൻ കൈ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ മരണപ്പെടുമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചുറ്റി നിന്നിട്ട് ഞങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോസ്പിറ്റലിന് ഉള്ളിൽ കയറ്റിയിട്ട് ഓർ ലോക്ക് ചെയ്ത് മാറ്റി കളഞ്ഞു. വാഹനാപകടവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ഇടപെട്ട യുവാവിനെ മർദ്ദിച്ചതായി പരാതി. കൈക്ക് പരിക്കേറ്റ വടകര നാരായണ നഗരം സ്വദേശി ശരത് വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം രാത്രി കാൽനടയായി കടയിലേക്ക് പോകുന്നതിനിടെ നാരായണ നഗരം പെട്രോൾ പമ്പിന് സമീപം പരിചയക്കാരും ഇന്നോവ കാറിലെത്തിയ സംഘവും തമ്മിൽ തർക്കമുണ്ടാകുന്നത് കണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയായിരുന്നുവെന്ന് ശരത് പറയുന്നു. സംഘർഷം ഒഴിവാക്കാൻ സംസാരിച്ചെങ്കിലും കാറിലെത്തിയ സംഘം അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. കാറിൽ നിന്നെടുത്ത കമ്പിവടി ഉപയോഗിച്ച് തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് തടഞ്ഞതിനെ തുടർന്ന് കൈക്ക് പൊട്ടലുണ്ടായെന്നും ഓപ്പറേഷൻ നടത്തിയതായും ശരത് പറഞ്ഞു. ഇന്നലെയാണ് സംഭവം നടന്ന രാത്രിയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഞാൻ പുതിയശനിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയായിരുന്നു. അപ്പോഴാണ് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് അറിയുന്ന പരിചയക്കാരും ഒരു ഇന്നോവയിലായിട്ട് തർക്കം കാണുന്നത്. നേരെ അങ്ങോട്ട് പോയി അവരോട് സംസാരിച്ച് ഇവിടുന്ന് പ്രശ്നമൊന്നും വേണ്ട, ഒന്നും ഇതാക്കലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്ത് എന്നെയും തള്ളി അവനെയും തള്ളി അടിയായി അടീൻ്റെ വക്കിലെത്തി. അപ്പോൾ എന്ത് ചെയ്ത് അതിലൊരു ചെറിയൊരു യുവാവുണ്ട്, ഒരു 17 വയസ്സിനൊക്കെ അത്രയും തോന്നും. അവനങ്ങനെ വൃത്തികെട്ട വാക്കുകളാണ് പറയുന്നത്. അവൻ്റെ കൂടെ ഫാമിലി ഉണ്ട്, അതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ മാക്സിമം ഒഴിവാക്കാണ് അവൻ നോക്കിയത്. തർക്കം വേണ്ട, പോട്ടെ എന്നുണ്ട്. അവസാനം അവൻ ഞങ്ങൾ അടിച്ച്. അപ്പോഴാണ് ഇന്നോവ എന്നൊരാൾ കമ്പി എടുത്ത് വന്നിട്ട് എൻ്റെ തലക്കടിക്കാൻ നോക്കിയത്. അപ്പോൾ ഞാൻ കൈ തടഞ്ഞപ്പോഴാണ് ഈ കൈക്ക് പൊട്ടൽ വന്നത്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ മരണപ്പെടുമായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്ത് അവിടെ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോയ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ സമ്മതിക്കുന്നില്ല. വൃത്തികെട്ട വാക്കുകളാണ് അവിടെ നിന്നും പറയുന്നത്. അവിടുന്ന് നേരെ സാറിനിൽ പോയി ഇവിടെ വന്ന് കാണിച്ചപ്പോൾ എക്സ്റേ എടുത്ത സമയത്ത് കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് സ്വാമി എനിക്ക് സമയം തന്നത് 1:30. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്രയാണ് നടന്നത്. ഇങ്ങനെ സംഭവങ്ങളാണ് നടന്നത്. പരിക്കേറ്റ ശരത്തുമായി സുഹൃത്തുക്കൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പ്രവേശിപ്പിക്കുന്നത് ഈ സംഘം തടസ്സപ്പെടുത്തിയതായും സുഹൃത്ത് കൂട്ടിച്ചേർത്തു. ഇന്നലെ നമ്മൾ ഇപ്പോൾ ശരത്തേട്ടെ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ കൈക്ക് പറ്റിയ അപകടം പറ്റി ഇന്ന ആൾക്കാർ ചേർന്നിട്ട് മർദ്ദിച്ചിട്ട് കൈക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ശരത്തേട്ടനെയും കൂട്ടി പോയ സമയത്ത് അവിടെ OP ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിന്ന സമയത്ത് അവിടെ ഡോക്ടർ ഒരു എമർജൻസി പ്രശ്നമായിട്ട് അകത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവർ വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞു. എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഇവർ കുറേ പ്രഷറാക്കി കാര്യങ്ങളിലാക്കി ഒച്ചപ്പാടായി തള്ളായി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങളുണ്ടായിരുന്നു, അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ടായിരുന്നു. സെക്യൂരിറ്റിനോട് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതിന്, ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടുന്ന്, എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി അവരോട് പറഞ്ഞ് ഫോട്ടോ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയില്ല പോയതാണ്. അതിനുശേഷം ഇവർ വിളിച്ചു വരുത്തി ഒരു 10-15ഓളം ആൾക്കാർ, ഞങ്ങളൊരു 2-3 ആളുണ്ടായിരുന്നു, ഞങ്ങളെ ചുറ്റും നിന്നിട്ട് മർദ്ദിക്കാനുള്ള രീതിയിലാണ് വന്നത്. ആദ്യം 2-3 ആൾക്കാർ തള്ളി മാറ്റിയപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തള്ളാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചുറ്റി നിന്നിട്ട് ഞങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോസ്പിറ്റലിന് ഉള്ളിൽ കയറ്റിയിട്ട് ഓർ ലോക്ക് ചെയ്ത് മാറ്റി കളഞ്ഞു. ഞങ്ങളെ മറ്റേ കാണിച്ച് സ്ലിപ്പായിട്ട് പോയിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറ്റാൻ പോലും സമ്മതിച്ചില്ല അടുത്ത ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർക്ക്. പിന്നെ അതിന് ശേഷം ഉണ്ടായ പ്രഷർ കാരണം ഇവരെല്ലാവരും കൂടെ ഞങ്ങളെ മേത്ത് കുറ്റം വെച്ച് ഞങ്ങൾ മദ്യപിച്ചിട്ട് വന്നാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടാക്കിയത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സമയത്ത് തന്നെ വണ്ടി വേക്കുന്ന വന്ന് അടിക്കുമ്പോൾ മദ്യപിച്ചിട്ടല്ല, ഒരു കഞ്ചാവ് എന്തോ സാധനം ഉപയോഗിച്ചിട്ടാണെന്നുള്ള സംശയം വരെ ഉണ്ട്. ഉള്ള കാര്യമാണ് അത്. അവിടുത്തെ ആൾക്കാർ മൊത്തത്തിൽ പുറത്തേക്കുന്ന ആൾക്കാർ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് ഒരു ചെറിയൊരു പ്രായമുള്ള കുറഞ്ഞ ചെക്കനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞത് തെറി കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ ചുറ്റുപാടുള്ള ആൾക്കാർ വരെ ഞങ്ങളെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ തെറി പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത്. അതിന് ശേഷമാണ് ഈ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 100% അവരെന്തോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. രണ്ടാമത്തെ ഹോസ്പിറ്റലിൻ്റെ ആ സമയത്ത് നിന്ന് ആടുന്ന ആൾക്കാർ കാണിച്ചത് ഞങ്ങളെ ഉള്ളിൽ നിന്ന് കയറ്റാത്ത രീതിയിൽ ഉള്ളിൽ ആൾക്കാർ നിർത്തിയിട്ട് ഒരു രോഗീനെ ഉള്ളിൽ കയറ്റാത്ത രീതിയിലാണ് ഫസ്റ്റ് ഒരു ഫുള്ള് ചെയ്തത്. അടുത്തവർക്ക് അത്ര ആൾക്കാർ ഓരോ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ അത്ര ആൾക്കാരെ ഒരു ഉള്ളിലാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് ഞങ്ങളെ മാറ്റിയത്. ഫസ്റ്റ് ഞങ്ങളെ ചേർന്നത്, എന്നിട്ട് ഞങ്ങളെ കയറ്റിയിട്ടില്ല, അവരെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ഒരു ഫുള്ള് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ മദ്യപിച്ച് വന്നെന്നുള്ളൊരു ഇത് വർത്താനം പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയത് മൊത്തം. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.